കഴിഞ്ഞ് വരാൻ പോകുന്ന ഇലക്ഷനിൽ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞോട്ടെ. ഞങ്ങൾക്ക് ജനങ്ങൾ 5 വർഷത്തേക്കാണ് മാൻഡേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഓരോ വർഷവും ജനങ്ങളുടെ ഞങ്ങളെ പ്രോഗ്രസ് കാർഡ് കാണിക്കും. അപ്പോൾ ഈ 3 മാസം ആകുമ്പോൾ തന്നെ ഇങ്ങനെ നടന്ന് അധികാരം പോകുമ്പോൾ ഇങ്ങനെ നടന്ന് പ്രതിസന്ധിയിലായാലും മാത്രമല്ല, ഈ പറഞ്ഞ വ്യക്തി കഴിഞ്ഞൊരു 40 വർഷം കൊണ്ട് ഒരു 5 കൊല്ലം ഒഴികെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ നിന്നിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട്, മേയറായിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്. അതിലൊരു 60% സമയവും ഭരിച്ച അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വർഷങ്ങളുണ്ട്. എന്നിട്ട് ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് സാധിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് 90 ദിവസമല്ലായിരുന്നു. മുൻ ഭരണസമിതികൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത്രത്തോളം വ്യാപകമായ പരാതി ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഗാർബേജിന്റെ ആകട്ടെ, കുടിവെള്ളമാകട്ടെ, ലൈറ്റിന്റെ പ്രശ്നങ്ങളാകട്ടെ, അതില്ലായിരുന്നു എന്നാണ്. പുതിയ ഭരണസമിതിക്ക് അതിനുള്ള കഴിവില്ല എന്നുള്ളതാണ് ചോദ്യം. ഇനി ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്ക് വയ്ക്കുന്നു, അതായത് ഉദ്യോഗസ്ഥരുടെ കാര്യസ്ഥതയുണ്ടോ, അവരുടെ രാഷ്ട്രീയമുണ്ടോ, ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പറയുന്നത്. അങ്ങനെയെങ്കിൽ അവർക്കെതിരെ നടപടി എടുത്തുകൂടെ? ഇതൊരു തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലല്ലേ, അങ്ങനെ ആ നടപടിയായി മുന്നോട്ട് പൊക്കൂടെ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അതൊക്കെ അങ്ങാണ് പറയുന്നത്. ഞാൻ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ശൈലികളെയും കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അങ്ങ് പറഞ്ഞാൽ ഒരു വാക്ക് അഡ്രസ് ചെയ്യണ്ടായിരുന്നു, കുടിവെള്ളം. അത് അഡ്രസ് ചെയ്യണം. ഇന്നലെ പത്രസ്ഥാനോട് ചോദിക്കാതെ കുടിവെള്ളം 1000 ലിറ്റർ കുടിവെള്ളം ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 1000 ലിറ്റർ കുടിവെള്ളം അരുവിക്കരയിൽ നിന്ന് കൊണ്ടുവന്നാൽ 400 ലിറ്റർ 600 ലിറ്റർ തിരുവനന്തപുരത്ത് എത്തുന്നുള്ളൂ. 400 ലിറ്റർ ലീക്ക് ആവുകയാണ്. അത് ഇന്നോ ഇന്നലെയുള്ള കണ്ടെത്തലല്ല. അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വാട്ടർ അതോറിറ്റി അതാത് സംസ്ഥാന സർക്കാരുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അന്ന് ഭൂമിക്കടിയിലിട്ട പൈപ്പ് ആവശ്യത്തിനുള്ള നിലവാരമില്ലാത്ത പൈപ്പായിരുന്നു. അതുകൊണ്ടാണ് ഈ ലീക്കേജ് ഉണ്ടാകുന്നത്. പിന്നെ 30 വർഷം കഴിയുമ്പോൾ പൈപ്പ് മാറ്റേണ്ടതായിട്ടുണ്ടായിരുന്നു. 30 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ആ പൈപ്പ് മാറ്റാൻ വേണ്ടി ഇവരെന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്? ഇപ്പോൾ കുടിവെള്ള പ്രശ്നം കോർപ്പറേഷനെ നേക്കി ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ച് ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഈ കുടിവെള്ളത്തിന് ബില്ലടയ്ക്കുന്നത് എവിടെയാണ്? കോർപ്പറേഷനാണ്. പിന്നെ കോർപ്പറേഷനോട് ചോദിക്കുന്നു. കുടിവെള്ളത്തിന് ചോദിക്കരുതെന്ന് പറയുന്നില്ല. കുടിവെള്ളത്തിന് ബില്ലടയ്ക്കുന്ന വാട്ടർ അതോറിറ്റി അല്ലേ? അപ്പോൾ വാട്ടർ അതോറിറ്റി അല്ലേ അതിൻ്റെ അതോറിറ്റി? അതിനല്ലേ ഒരു മന്ത്രാലയം ഉള്ളത്. വാട്ടർ അതോറിറ്റി എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല? ഞങ്ങൾ കോർപ്പറേഷൻ ചെയ്യുന്നത് എന്താണ്? ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥാപനം എന്നുള്ളവർക്ക് ജനങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടിലും ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഇടപെടേണ്ട പ്രസ്ഥാനമെന്നാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ്റെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് കോർപ്പറേഷൻ തന്നെ ടാങ്കറുകൾ എടുത്ത് കോർപ്പറേഷനിലെ 100 കൗൺസിലർമാരും രാത്രി 2 മണിക്കും 3 മണിക്കും 4 മണിക്കുമാണ് വനിത ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ കയറുന്നത് വെള്ളം കൊണ്ട് കൊടുത്തിട്ട്. 100 കൗൺസിലർമാർ അവരവരുടെ വാർഡ് 101 കൗൺസിലർമാരും അവരവരുടെ വാർഡുകളിൽ കഠിനാധ്വാനം നടത്തിയാണ് വെള്ളത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളം കൊടുക്കേണ്ടത്